നഷ്ടപ്പെട്ട വർഷങ്ങളുടെ കണക്കുകൾ തിരിച്ചറിവിലേക്ക് മാറ്റേണ്ടത് വ്യക്തമാക്കി ഒരു പുതിയ അപ്പോ നമുക്ക് മനോഹരമായ വിരുന്നൊരുക്കി ഇവിടെ നമ്മുടെ അനിതയുടെ വീട്ടിൽ നമുക്ക് ഒരുമിച്ചുവിടാൻ സാധിച്ചു. നമ്മള് കേൾക്കണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചൊരു ഗാനമാണ്, അല്ലെങ്കിൽ ഒരു ട്രൂപ്പാണ് കേച്ചിൻ്റെത്. ഒരിക്കൽ ഷെരീഫും സീക്കറതൊക്കെ പാണക്കാട് വന്ന് അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ കേച്ചും ടീമും പാണക്കാട് വന്ന് പാടാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു. അപ്പോൾ അവിടേക്കുള്ള സൗകര്യങ്ങൾ നോക്കിയപ്പം ഒത്തു കിട്ടിയില്ല. ഇന്ന് നമ്മൾ പഞ്ചാബിൽ ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് ലിഷാഖിൻ്റെ പേരിലുള്ള ഒരു കൾച്ചറൽ സെൻറ്റർ, അതുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര നടത്തിയിരുന്നു. അതിലെ ആ സംഘത്തിലെ അംഗങ്ങളാണ് ഇവിടെ കൂടിയ എല്ലാവരും. അത് ഒരു ഇന്നത്തെ ഹോസ്റ്റ് ഹനീഫ അതിലംഗമായിരുന്നു. അപ്പോൾ അന്ന് 2-3 ദിവസം യാത്ര ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മൾ ഒരു സൗഹൃദങ്ങൾ ഉണ്ടായി, കൂടി സുഹൃത്തുക്കളായി. അപ്പോൾ അവർ ഒരുമിച്ച് കൂടാം എന്ന് പറയുകയും ഇന്ന് ഡിസംബർ മാസം എല്ലാവരും നാട്ടിലുണ്ടാവും, ഇന്നത്തെ ദിവസം ഒരുമിച്ച് കൂടാമെന്ന് പറയുകയും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടുകയും. 2 ദിവസം മുമ്പാണ് ഞാൻ ഷെരീഫിനെ വിളിക്കുന്നത്, ഇന്നലെ വിളിച്ചില്ലേ, ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്, കേച്ചിന് എവിടെയെങ്കിലും നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട ഗാനം മധുരം, കേൾക്കാത്തത് അതിമധുരം എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കേൾക്കാത്ത ഗാനമാണ് ഇന്ന് കേട്ടത്. കാരണം അതിന് പ്രത്യേകത അദ്ദേഹം തന്നെ എഴുതി പാടിയ വളരെ അർത്ഥവത്തുള്ള വരികൾ, അള്ളാഹുവിനെയും റസൂലിനെയും ഇത്രയേറെ നമ്മുടെ മനസ്സിലേക്ക് പതിച്ചു നൽകിയിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം രചിച്ചതും അത് മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചതും. അപ്പോൾ അത് ആ വിരുന്ന് നമുക്ക് നൽകിയ കേച്ചിനും സംഘവും ഞങ്ങളുടെ കടപ്പാട് അറിയിക്കുകയാണ്. അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.